അവസാനവും ആരംഭവും എനിക്കറിയാം. അവസാനത്തിന്റെ തൊട്ടു മുമ്പുള്ള മണിക്കൂറുകളും ആരംഭത്തിന് തൊട്ടു പിമ്പുള്ള മണിക്കൂറുകളും ഒന്നും ഞാൻ മറക്കുകയില്ല. തലേ സന്ധ്യയുടെ മണിക്കൂറുകൾ മുൻപോട്ട് ചാടി രാത്രിയുടെ തുരങ്കമുഖത്തിലൂടെ കുലംകുത്തി വന്ന് ആക്രമിക്കുകയുണ്ടായല്ലോ. അയാൾ എന്നിലേക്ക് ചാടി വീണ ആ ഒറ്റ നിമിഷത്തെക്കുറിച്ച് ആരോടും പറയില്ല എന്ന ചിന്തയിലല്ല ഞാനിപ്പോൾ ജീവിക്കുന്നത്. പറയണം, നിങ്ങളും പറയണം. ഞാൻ പറയാതെ, നമ്മൾ പറയാതെ ഇതൊന്നും ആരും അറിയാൻ പോകുന്നില്ല. പേടിച്ചു വിറച്ച് ഇരുട്ടറയുടെ മൂലയിലിരുന്ന് തേങ്ങിക്കരയുന്ന കാലമൊക്കെ കഴിഞ്ഞു. പറയും, ജീവിക്കും. പെണ്ണായി പിറന്നതും പെണ്ണായി ജീവിക്കുക എന്നതും ഒരു വിപ്ലവം തന്നെയാവുന്നു. ഉച്ചത്തിൽ ശബ്ദിക്കരുത്, ഉറക്കെ പൊട്ടിച്ചിരിക്കരുത്, കറങ്ങി നടക്കരുത്, പൊട്ടിക്കരയരുത്. എന്തിന് അഭിപ്രായം പോലും പറയരുത്. വെളിച്ചം മറഞ്ഞാൽ പുറത്തിറങ്ങരുത്. നീ വെറും പെണ്ണാണെന്നും തൊട്ടാൽ വാടുമെന്നും പറയുന്നവരോടായി. തൊട്ടാൽ വാടുന്നവൾക്കും മുള്ളുകളുണ്ടെന്ന് ഓർക്കുക.
പെണ്ണ് അതൊരടിമയാണ്. ഈ ഇരിക്കുന്ന ഓരോ പുരുഷന്റെയും അടിമ. ഉടമയായ ഞങ്ങൾക്കറിയാം അടിമയുടെ ഉടലുകളെ എങ്ങനെ മേയ്ക്കണമെന്ന്. താഴെയാണ് ഈ ഇരിക്കുന്ന ഓരോ പുരുഷന്റെയും കാലിന്റെ താഴെയാണ് സ്ത്രീ എന്ന അടിമയുടെ സ്ഥാനം. ഞങ്ങളുടെ കാലിന്റെ അടിയിലാണ് നിന്റെ വളർച്ചയും തളർച്ചയും. സ്വാതന്ത്ര്യം, അടിമകളുടെ സ്വാതന്ത്ര്യം, അത് നിശ്ചയിക്കുന്നത് ഉടമകളാണ്. നീ എന്ത് ചെയ്യണം, എവിടെ പോണം, എന്തുടുക്കണം, അതിനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾ തരും. അർദ്ധരാത്രി പുറത്തിറങ്ങിയാലും അരവസ്ത്രം ധരിച്ചാലും മാത്രമല്ല, തരം കിട്ടിയാൽ ഏതടിമയെയും ഉടമകളായി ഞങ്ങൾ വേട്ടയാടും. കാരണം നീ പെണ്ണാണ്. ഞങ്ങളുടെ വിരലുകളിലെ നൂലുകളാൽ നിയന്ത്രിക്കുന്ന വെറും പെണ്ണ്. പ്രതികരിക്കാൻ നിന്നാൽ, പ്രതിഷേധിക്കാൻ നിന്നാൽ, തല ഉയർത്തിയാൽ ഇതായിരിക്കും സ്ഥിതി. ബിറ്റ്വീൻ എവറി 20 minutes ഓരോ അടിമകളെയും ഞങ്ങൾ ഇരകളാക്കി മാറ്റും. വഴിയിൽ തളർന്നു വീണവളെ താങ്ങിയവന്റെ കൈകൾ തിരഞ്ഞതും അവളിലെ മാംസകഷ്ണങ്ങളെ തന്നെയായിരുന്നു. അമ്മ എന്ന വികാരത്തിനപ്പുറം കാമം അവനിൽ ലഹരി പടർത്തിയപ്പോൾ അവൾ വെറും ഒരു പെൺശരീരം മാത്രമായിരുന്നു അവന്. പദമാകെ തേടി ഓമൽ മുകിലാളെ ചൊല്ലുമോ താരാപദമാകെ കനിവേകും പകലോ നിന്നു മാഞ്ഞു പറയൂ നീ പ്രാണന്റെ പ്രാണനാമോരൻ താതനെ കണ്ടോ പൊൻതാരമേ രാവിൽ നീ എങ്ങോ മറഞ്ഞോ ആകാശമേ പുലരൊളി ദൂരെയോ പൊൻതാരമേ രാവിൽ നീ എങ്ങോ മറഞ്ഞോ ആകാശമേ പുലരൊളി ദൂരെയോ താരാപദമാകെ ഓമൽ മുകിലാളെ താരാരരാരാ രാരാരാരാ. വേദന കൊണ്ട് പുളഞ്ഞപ്പോഴും കുഞ്ഞു ജീവന് വേണ്ടി അവൾ യാചിച്ചു. അരണ്ട വെളിച്ചത്തിൽ അവളുടെ മാനം പിച്ചു ചീന്തിയപ്പോൾ ഈ ഭൂമിയിൽ മറ്റൊരു ജീവൻ കൂടി ശ്വാസം മുട്ടി മരിക്കുകയായിരുന്നു. കാലമേ, നിനക്ക് മുന്നിലിതാ മറ്റൊരു ഇര കൂടി. സഹതാപമല്ല, കണ്ണീരല്ല, മറിച്ച് അവൾക്ക് നീതി വേണം. വെളിച്ചം കാണാതെ അണഞ്ഞു പോയവൾക്ക് നീതി വേണം. പക്ഷേ
പ്രഭാകരൻ. സെക്ഷുവൽ ഹാറാസ്മെന്റ് അഥവാ റേപ്പ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ ഏറ്റവും സാധാരണമായി നടക്കുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഒന്ന് റേപ്പ്. ഞങ്ങൾ ഭരിക്കുമ്പോൾ ഇന്ത്യയിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായി ഇറങ്ങി നടക്കാമെന്ന് പ്രഖ്യാപിക്കാൻ ഒരു സർക്കാരിനും കഴിയാറില്ല. കാരണം രാജ്യത്തിന്റെ തെരുവുകളിലും നഗരങ്ങളിലും ഉൾഗ്രാമങ്ങളിലും അങ്ങനെ എല്ലായിടത്തും ദിവസേന വേട്ടയാടപ്പെടുന്നത് 88ഓളം സ്ത്രീകളാണ്. അതായത് ഓരോ 20 മിനിറ്റിലും ഒരു സ്ത്രീ ഇന്ത്യയിൽ ആക്രമിക്കപ്പെടുന്നു എന്ന്. നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്ന ഈ നിസ്സാര സമയത്തിനകം ഇന്നലകളിൽ നമ്മൾ പരിചയപ്പെട്ടവരും അല്ലാത്തവരുമായ എത്രയോ സഹോദരിമാർ, അതിൽ പിഞ്ചു കുഞ്ഞു മുതൽ വയോധികർ വരെ ഒരുപോലെ നരാധകന്മാരുടെ ക്രൂരതയ്ക്ക് ഇരയായി കഴിഞ്ഞിരിക്കുന്നു. 2012 ഡിസംബർ 16 ലോകം നടുങ്ങിയ കൂട്ടബലാത്സംഗം നടന്നത് രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിലാണ്. മണിപ്പൂരിൽ 100ഓളം പുരുഷഗണങ്ങൾ ചേർന്ന് 2 പെൺകുട്ടികളെ നഗ്നരായി തെരുവിലൂടെ നടത്തിയതും അതിക്രമിച്ചതും മാതൃദേവോ ഭവ എന്ന സംസ്കാരം മുറുകെ പിടിച്ച ഇതേ ഇന്ത്യയിലാണ് 2023 എന്നാൽ ഇത് കേരളമാണ് എന്ന് അങ്ങേയറ്റം അഭിമാനത്തോടെ വിളിച്ചു പറഞ്ഞ് സമ്പൂർണ്ണ സാക്ഷരതയും കെട്ടിപ്പിടിച്ചിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് ഓർത്തോളുക. ഒരു മാസത്തിനുള്ളിൽ 5ഉം 9ഉം വയസ്സുള്ള 2 പെൺകുട്ടികളെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതും ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുന്ന ഇതേ കേരളത്തിലാണ് നമ്മൾ ഈ കൂടിയിരിക്കുന്ന സദസ്സിൽ നിന്നും വെറും 16 കിലോമീറ്റർ അപ്പുറത്ത് മാത്രമാണ്. ഈ സമൂഹത്തിൽ തക്കം പാർത്ത് ഒളിച്ചിരിക്കുന്ന നരാധകന്മാരോടായി പറയുകയാണ്, പെണ്ണായി പിറക്കുക എന്നതും പെണ്ണായി ജീവിക്കുക എന്നതും ഒരു വിപ്ലവം തന്നെയാണ്. നീതി നിഷേധിക്കപ്പെടുന്നിടത്ത് നീതിയും നിയമവും ഞങ്ങളാകും. പ്രതികരിക്കും, തിരിച്ചടിക്കും, ജീവിക്കും. பன்னிரண்டு தலைமுறைகளாய் நாங்க காத்திருக்கின்றோம். இவ அவசானிப்பா, இனியும் பாடு காலஞ்சு காணி. ചിറയും ഇല്ലിക്കാടു കുഴച്ചെരിവും അവളാം അവനീലാത്തലയും അധികാരത്തിനകക്കറയും പട്ടുടുത്തു വന്നതും പട്ടനാരിയായതും പൂതലിൻ തുടിപ്പുതന്നതും 10 കാലം കാത്തതും പള്ളി